യുദ്ധങ്ങളും അതിക്രമങ്ങളും ലോകത്ത് ഇന്നും തുടരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. സമ്പത്തിനും അധികാരത്തിനും വേണ്ടി മനുഷ്യൻ അവൻ്റെ സഹജീവികളെ തന്നെ കൊന്നു തള്ളുന്ന കാഴ്ച ഹിരോഷിമയിലും നാഗസാക്കിയിലും സംഭവിച്ചത് നാം മറന്നിട്ടില്ല. പുരാണ കഥകളിൽ യുദ്ധങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് പിന്നീടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. രണ്ട് ലോകമഹായുദ്ധങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും നാം അനുഭവിച്ചു. ആണവായുധ പ്രയോഗത്തിൻ്റെ ഇരകളായി ഇന്നും ജനിച്ചു വീഴുന്ന കുട്ടികളിൽ ജനിതക വ്യതിയാനം കാണുന്നത് വിഷമകരമായ കാഴ്ചയാണ്. ഇനി ഒരു മഹായുദ്ധം ഉണ്ടാകരുത് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ചത്. അണുബോംബ് വർഷിച്ചതിൻ്റെ വാർഷികമായി ആഗസ്റ്റ് 6-ന് ഹിരോഷിമ ദിനം ആചരിക്കുകയാണ്. 1945 ഓഗസ്റ്റ് 6-ന് രാവിലെ 8:15 ഹിരോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്ക് നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം. 1945 ജൂലൈ 25-ന് അമേരിക്കൻ വ്യോമസേനയുടെ പസഫിക് മേഖലാ കമാൻഡർ ജനറലായ കാൾ സ്പാർട്സിന് ജപ്പാനിലെ 2 നഗരങ്ങളിൽ ആറ്റം ബോംബ് പ്രയോഗിക്കുന്നതിനുള്ള നിർദ്ദേശം ലഭിക്കുകയായിരുന്നു. 40,000-ഓളം ജപ്പാനീസ് സൈനികർ ഉൾപ്പെടുന്ന സെക്കൻഡ് ജനറൽ ആർമിയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന നഗരമായ ഹിരോഷിമ നഗരത്തെയാണ് ആദ്യം തിരഞ്ഞെടുത്തത്. ജനറൽ പോർട്ടിബസ് പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ B-29 ബോംബർ വിമാനമായ എനോള ഗെയിൽ നിന്നാണ് ബോംബ് പ്രയോഗിച്ചത്. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ബോംബിന്റെ പേര്. യുറേനിയം 235 ഐസോട്ടോപ്പിനെ ലെഡ് കൊണ്ട് ആവരണം ചെയ്ത് നിർമ്മിച്ച ഈ ബോംബിന് 12,500 ടൺ TNT-യുടെ പ്രഹരശേഷി ഉണ്ടായിരുന്നു. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തിനെ ചാമ്പലാക്കി. പർവ്വത സമാനമായ പുക കൂണാകൃതിയിൽ 40,000 അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി. 1000 അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുഴറ്റിയടിച്ചു. ഹിരോഷിമ നഗരത്തെ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ച സ്ഫോടനത്തിൽ 1,40,000-ഓളം പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ബോംബ് വർഷത്തിന്റെ റേഡിയേഷൻ പിന്നെയും പതിറ്റാണ്ടുകളോളം ജപ്പാനെ വേട്ടയാടി. റേഡിയേഷൻ അതിപ്രസരത്തിൽ 1,50,000-ഓളം പേർക്ക് പിൽക്കാലത്ത് ജീവൻ നഷ്ടമായി. അതിലും ഇരട്ടി ആളുകൾ രോഗം ബാധിച്ച് ദുരിത ജീവിതം നയിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആണവായുധം പ്രയോഗിച്ച രണ്ടാമത്തെ നഗരമാണ് നാഗസാക്കി. ഓഗസ്റ്റ് 6-ന് അണുബോംബ് ആക്രമണത്തിലൂടെ ഹിരോഷിമയെ ചാമ്പലാക്കിയ ശേഷം 9-ന് നാഗസാക്കിയിലും അമേരിക്ക ബോംബ് വർഷിക്കുകയായിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് 40,000-ലേറെ മനുഷ്യജീവനുകളാണ് നാഗസാക്കിയിൽ പൊലിഞ്ഞത്. ജപ്പാൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് ബോംബ് വർഷിച്ച വർഷം മാത്രയിൽ 80,000-ലേറെ ആളുകൾ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിന്റെ 10 മടങ്ങ് ആളുകൾക്ക് ദുരന്തത്തിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വന്നു. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ നൽകിയ വലിയ പാഠങ്ങളിൽ നിന്നാണ് ലോകരാഷ്ട്രങ്ങൾ യുദ്ധത്തെ ഒഴിവാക്കാനുള്ള ധാരണകളിലേക്കും അന്താരാഷ്ട്ര സംവിധാനത്തിലേക്കും തിരിയുന്നത്. സമാധാനത്തിന് മാത്രമേ രാഷ്ട്രങ്ങളും ജനതകളും നേരിടുന്ന മൗലിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്ന തിരിച്ചറിവും വിവേകപൂർവമായ നയതന്ത്ര സമീപനവും രണ്ടാം ലോക യുദ്ധാനന്തരം ശക്തിപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയും നിരവധി സർവ്വദേശീയ പ്രഖ്യാപനങ്ങളും ഇതിനായി രൂപം കൊണ്ടു. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. ഹിരോഷിമ ദുരന്തവും നാഗസാക്കി ദുരന്തവും ഇനി ആവർത്തിക്കാതിരിക്കട്ടെ.